കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. അല്ല അവനിത് എവിടെ പോയി കിടക്കുക? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലൊക്കെ തെറ്റിത്തിരി നടക്കുന്നുണ്ടാവും. ഞാൻ ഈ ബാഗ് ഒന്ന് വെച്ചിട്ട് തരാവേ. അല്ലെങ്കിൽ ഈയിടെ ആയിട്ട് അവന് ഫ്രണ്ട്സിനോട് കറങ്ങൽ കുറച്ച് കൂടുന്നുണ്ട്. അത് ഈടെന്നല്ല, കൊറേ നാളായിട്ടുണ്ട്. എപ്പ നോക്കിയാലും പുറത്താ. ബുദ്ധി വിവരൊന്നും ഉറച്ചിട്ടില്ലെന്നേ. വിട്ടുകളാ. വാ ഇച്ചിരി നേരം നമുക്ക് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? വാ സംസാരിക്കാം. ഇപ്പൊ വേണ്ട, പറ, ഒരു മൂടില്ല. വാ ഇച്ചി സംസാരിക്കാം പ്ലീസ്. കുറച്ചേരം കഴിയട്ടെ. വാ ഇച്ചി പ്ലീസ്. എന്നാ വാ. അയ്യോ അങ്ങോട്ടല്ല, ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്നാ വാ. കേശു, കേശു. ഞാൻ എന്തായിരുന്നു അവൻ അവളോടൊക്കെ അലിഞ്ഞിട്ട് ഞെറപ്പുണ്ടായിരുന്നല്ലേ? പിന്നെയാണ് നീ തിണ്ടി നടക്കൂല. എടാ നീ ഇവിടെ നിന്ന് വിളിച്ചെന്ന് കേൾക്കുന്നവരെ പാറു എന്റെ അടുത്ത് വന്ന് പറയടാ. നിനക്ക് നാണുണ്ടോ, ഉളുപ്പുണ്ടോടാ? എനിക്ക് ഉളുപ്പുണ്ടായിരുന്നല്ലേ? അന്ന് ആ കൊച്ചി ഇതേപോലെ ഇവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞ മൊത്തം ഒളിഞ്ഞിരുന്ന് കേട്ടപ്പോ എന്തുവായിരുന്നു എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്തല്ലേ? അല്ല ചേച്ചി ഇടക്കിടക്കിടക്ക് എന്ത് ചേച്ചി പറയണേ? അവള് ദേഷ്യത്തിൽ ഓരോന്ന് പറയുമ്പോഴേ ചേച്ചി നൈസിൽ എന്നെ ഒഴിച്ചങ്ങ് തള്ളുമായിരുന്നല്ലോ. എടാ എണ്ണ ഊരി ഒഴിച്ചാലും അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തോണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. തോണ്ടി എടുത്ത് എന്നെ ഞാൻ കണ്ടേട്ടാ. നീ എന്താടാ റിവെഞ്ച് ചെയ്യണം? അതെ, സ്വീറ്റ് റിവെഞ്ച്. ഇതൊരു മാതിരി ചീപ്പ് റിവെഞ്ച് ആണ്, സ്വീറ്റ് അല്ല. ഇത് എന്റെ റിവെഞ്ചിന് തന്നെ കുഴപ്പം. എടാ നീ ഇപ്പൊ എന്റെ സഹോദരന്ന് പറയാൻ നാണക്കേടാ. നിന്നെ പറ്റി ആ കൊച്ചു പറഞ്ഞു കേട്ടണ്ടല്ലോ. ഇതുണ്ട് എന്റെ കയ്യിലൊന്നും തൊലിയില്ല, തൊലിയൊക്കെ ഫുൾ ഉരിഞ്ഞങ്ങ് പോയി. അത് ഞാൻ ഇപ്പൊ ഒടിച്ചങ്ങ് തരാം. ഞാൻ അടിച്ച് പറ്റിച്ചെന്നുണ്ടല്ലോ. എന്തോ എങ്ങനെ ആ കൊച്ചെന്നെ കുറച്ച് വലുതായിട്ടൊന്നും പറഞ്ഞില്ല, പറഞ്ഞത് മൊത്തം താനാണ്. ഞാനിപ്പോ മാറ്റി പറയിപ്പിക്കടാ. എന്താ? അതവിടെ എന്തെടുക്കുവാന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാനവിടെ കോഫി കുടിച്ചോണ്ടിരിക്കായിരുന്നു. ആണോ? എന്നാ പോയി കുടിച്ചു. പോയി കുടിച്ചു. നാണുണ്ടോടാ നിനക്ക്? ആ കൊച്ചിനെ കണ്ടപ്പോ ഇറങ്ങി ഓടാൻ ഉളുപ്പുണ്ടോടാ നിനക്ക്? പണിക്ക് ഉളുപ്പുണ്ടോ? അല്ല വലാതി. എവിടെ പോയി കിടക്കണം? ഞാൻ അങ്ങനെയാണല്ലോ, കട്ടയ്ക്ക് കൂറുണ്ടാവുന്ന പറയുകയും ചെയ്യും, ആവശ്യമുള്ള സമയത്ത് കാണത്തില്ല കുരിപ്പ്. എവിടെ പോയി കിടക്കുമായിരുന്നീ? ഇത്ര നേരം ഇവിടെ കിടന്ന് പട്ടി വരയ്ക്കുമ്പോൾ കുറയ്ക്കണം കണ്ടില്ലേ നീ? ഞാൻ ശരിക്കും പട്ടിയാണ്. പൊന്നുമോളെ പാറേ വേണ്ടേട്ടാ. നിറഞ്ചേച്ചി അടുക്കളയില് പോവാണെന്നാ പറയുന്നേ. പോവാണെന്ന് പറയണോ? വിടരുത്. ഈ മെർലിനെ വിളിച്ചോണ്ടിങ്ങ് വാ. ഞാൻ എന്താ ഇവിടെ വിളിച്ചിരിക്കുക? വിളിച്ചെന്നാ കാണൂല്ലേ? കാണാതെ ഞാൻ നോക്കിക്കോളാം. നീ പോയി വിളിച്ചോണ്ട് അടി പൊടി. ചേട്ടനെങ്ങാനും കണ്ടു കഴിഞ്ഞാല് ചേട്ടൻ ഏറിയിരിക്കുന്നു ഞങ്ങള് കാണണം. നീ ഇപ്പൊ പോയേ, ഏറെ നിൽക്കാതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഏറെ വിളിച്ചോണ്ട് പൊടി. അവള് പോകുന്നതിന് മുമ്പ് കൂടെ നിക്കാന്ന് പറയുന്ന എല്ലാം കിടന്ന് മണ്ടൻ ടീമുകളെ പോയില്ലേ. എങ്ങോട്ടാ? പറയാം. ഞാൻ വീട്ടിൽ പോട്ടെ പാറു. എന്താ വീട്ടിൽ പോട്ടെ, സമയായി. അതൊക്കെ പോവാം. എന്താ അതെന്തൊരു ഏർപ്പാട് ചേച്ചി? ഇപ്പൊ കേശവൻ ഉണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. കേശവൻ ഇല്ലെങ്കിൽ പോണം. അത് കൊച്ചു പറഞ്ഞ കറക്റ്റ് കേട്ടോ. കേശു ഇവിടെ ഉണ്ടെങ്കിൽ മെർലിൻ വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ഇവിടെ ഒന്ന് പോയി ചേട്ടന്. ഇന്നിപ്പോ അവൻ വന്നതിന് മുന്നേ എനിക്ക് പോണം. ഇന്ന് അവനെ കണ്ടാ ശരിയാവൂല, അതുകൊണ്ടാ. മെർലിൻ ചേച്ചി
കനയന്റെ സ്നാക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്, അതും കൂടെ തിന്നിട്ട് പോവാം. മെർലിനെ, കേശു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ നല്ലവനാ. സ്നേഹിച്ചാണ്. ആ സ്നേഹത്തിൽ പിന്നെ അവൻ വെള്ളം ചേർക്കുന്ന പരിപാടിയൊന്നുമില്ല. നിങ്ങൾ അവനെ ഇങ്ങനെ തലയിൽ വെച്ചോണ്ട് നടന്നോ? സത്യം പറഞ്ഞാലില്ലേ, നിങ്ങൾ എല്ലാരും കൂടിയാ അവനെ ഒന്നിനും കൊള്ളാത്തവനാക്കിയത്. മെർലിനെ, ചുമ്മാ അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പറയും. എന്റെ ചേച്ചി, അവൻ ഈ കണക്കിന് പോയാൽ ഏത് അവസ്ഥയിൽ ചെന്ന് നിൽക്കുന്നു ഞാൻ പറയട്ടെ. പറ. ഒരു 35 വയസ്സ്. ഒരു 35 വയസ്സാകുമ്പോ ഏതെങ്കിലും ഒരു കടവരാന്തയുടെ ഫ്രണ്ടിൽ ഒരു കട്ടൻ ചായയും കുടിച്ച് കാലാവസ്ഥ വ്യതിയാനവും അന്തരീക്ഷത്തിലെ മാറ്റവും നാട്ടുകാരുടെ കുറ്റമൊക്കെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കും. അല്ലെങ്കിൽ പടവലത്ത് പോയിട്ട് വല്ല ചക്കയോ മാങ്ങയോ തേങ്ങയോ ഒക്കെ വിറ്റ് അതിന്റെ പൈസ വെച്ചൊക്കെ ജീവിക്കും. മോളെ, അങ്ങനൊന്നും പറയല്ലേ. അവനെ നല്ല സ്വഭാവമുള്ള ഒരു പയ്യനാ. ഇങ്ങനെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കരുത് കേട്ടോ. എന്റെ അമ്മൂമ്മയ്ക്ക് അവനെ പറ്റിയുള്ളതുപോലെ എനിക്കുണ്ട് ടെൻഷൻ. ഈ വീട്ടിലൊരു അംഗത്തെ പോലെ എന്നെ കാണണം എന്ന് പറഞ്ഞത് വെറുതെ ആണോ? അതല്ല. അല്ലല്ലോ. അല്ല. ആ, അപ്പൊ അവനെ നന്നാക്കാൻ ഞാനും നോക്കും. എന്തെങ്കിലും കാണിച്ചൊന്ന് നന്നാക്കി എടുത്ത് തന്നാ മതി. തെറ്റി ഏത് ദിശയിലോട്ടാ പോണേന്ന് അവന് തന്നെ അറിയാൻ പാടില്ല. ലച്ചു, നീ ഒന്നും വേണ്ടായിരുന്നേ. ഇപ്പൊ ഞാൻ പറയുന്നതായ കുറ്റം. എന്റെ അമ്മൂമ്മ അവനെ പറ്റി നല്ലത് പറയാൻ ഒരു കാരണം പോലും ആ കൊച്ചിനില്ല. ഫുൾ നെഗറ്റീവ് ആണ് പറയണത്. ஐயோ மெர்லின், உனக்கு டென்ஷன் ஆக வேண்டாம். கேசு வந்து ரொம்ப தெளிவானவன். அவனுக்கு தெரியும் ஏது நல்ல வழி ஏது கெட்ட வழின்னு. ആ വഴി പോയി കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും കടത്തിന്റെ മുമ്പിൽ ഇരുന്ന് കട്ടൻ ചായ കുടിക്കുന്നതാണ് ഈ കൊച്ചു പറഞ്ഞത്. ചേച്ചി ചുമ്മാ ഇടിച്ചെടുത്ത് സംസാരിക്കല്ലേ. ഇപ്പൊ ചേച്ചി പറയുന്നതാണ് കുറ്റം. லெச்சு, இந்த மாதிரி பேசாத. என்னோட வாழ்க்கையில நான் எவ்வளையோ பையன்மார நான் பார்த்திருக்கேன். கேசுவ மாதிரி தெளிவான ஒரு பையன் இந்த உலகத்திலே இல்ல. அவ்வளவு சூப்பர் அவன். അങ്ങനെ പറഞ്ഞു കൊടുക്കാനേ.